നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ സുചികിത്സയ്ക്ക് വന്നതല്ല നിങ്ങളുടെ മോൻ, വടിവാളിന് വെട്ടിയിട്ടിയതാ. അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു നിങ്ങൾ അന്വേഷിച്ചോ? അതുകൊണ്ട് മുറിവ് എങ്ങനെയുണ്ട്, വേദനയുണ്ടോ, വേണ്ട ചികിത്സ കിട്ടിയോ, എന്നത്തേക്ക് സുഖപ്പെടും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? അതിനേക്കാളും പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളിനടുത്തുള്ള പകയാണല്ലോ. മോനെ ഞങ്ങളത് മിണ്ടിപ്പോയത് എന്റെ അടുത്ത്. എനിക്ക് വേണ്ടെങ്കിൽ ഒരു അമ്മാവനെയും. അത് പിന്നെ മോനെ വേണ്ട കൃഷ്ണകുടി ചേട്ടാ, ഇനിയിപ്പോ സംസാരിച്ചിട്ട് കാര്യമില്ല. അവന്റെ തീരുമാനം നേരത്തെ പറഞ്ഞല്ലേ അമ്മേ വേണ്ടെന്ന്. അവൻ കെട്ടിയ പെണ്ണിന്റെ ചൊൽപ്പടിക്ക് ഒതുങ്ങി കൊടുക്കാവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാരക്കൂനയില് കിടക്കാൻ അനുവദിക്കാവുന്നു. അങ്ങനെ നിന്റെ ആട്ടും തുപ്പം കൊണ്ടോണ്ട് കിടക്കാനേ വിജയലക്ഷ്മിക്ക് മനസ്സില്ല. മാനം പണയം വെക്കുന്നതിനേക്കാളെ വിജയലക്ഷ്മി അങ്ങ് മരിക്കും. അതല്ലേ പറഞ്ഞിറങ്ങി പൊക്കോളെ. ഇറങ്ങാൻ തന്നെയാടാ പോകുന്നത്. ആ നീ നിന്റെ കെട്ടിയോളെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ആരുമില്ലേലും വിജയലക്ഷ്മിക്ക് ദൈവം ഉണ്ടാവും. കൃഷ്ണ കുടിച്ചേട്ടാ. രാജീവേ, നീ നിന്റെ പെറ്റ തള്ളയാ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടേന്ന് ഓർമ്മിച്ചോണം. ഇങ്ങനെയുള്ളവരൊന്നും ഗതി പിടിച്ചിട്ടില്ല. ഓ, എനിക്ക് പിടിക്കുന്ന അത്രയും ഗതിയൊക്കെ മതി. പിന്നെ ഞാനവരെ ഇറക്കി വിട്ടേന്നുമല്ല, മര്യാദക്കാണെങ്കിൽ ഞാൻ അവരെ പൊന്നുപോലെ നോക്കും. എടീ, ഇന്ന് നിന്റെ ചന്തം കണ്ട് പെറ്റ തള്ളയെ ഇറക്കി വിട്ടവനവൻ. ഇനി വേറൊരു പെണ്ണിനെ കണ്ട എന്താവൂടി നിന്റെ ഗതി? പെരുവഴിയിലൊരു സ്ഥലം നീ നോക്കി വെച്ചോ. കൃഷ്ണകുടി ചേട്ടൻ വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. കാല് കഴിയുന്ന കാര്യം ഞാൻ അവനെ ചെയ്തു കേട്ടോ. പോടാ അവന്റെ ഒരു വാ ഇങ്ങോട്ട് വരാൻ. രാജീവ് സാർ, ഞാൻ കാരണം സാറിന്റെ അമ്മയും അമ്മാവനും. ഇയാള് കാരണമൊന്നും അല്ലടോ, ഇതെന്നാലും സംഭവിക്കണ്ടേ. ഇത്രയും നേരത്തെ അത് നന്നായി. എന്നെ വെറുക്കല്ലേ സാർ, എനിക്ക് വേറെ ആരുമില്ല. ഇയാളെ ഞാൻ എങ്ങനെയോടെ വെറുക്കുന്നേ? അത് ഈ ജന്മം ഉണ്ടാവത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.